രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരെ ഫെന്നി നൈനാൻ നടത്തുന്ന അധിക്ഷേപത്തിന് പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന SIT. രാഹുലിനെതിരെ അന്വേഷണ സംഘം തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകി. രാഹുലിനെ കർശനമായി വിലക്കണമെന്ന് SIT ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ മാസം 17-ന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട കോടതി നോട്ടീസ് അയച്ചു. വിശദാംശങ്ങളുമായി ദേവൻ ചേരുന്നു. ദേവൻ, ഈ ഫെന്നി നൈനാൻ എന്ന് പറയുന്ന രാഹുലിന്റെ അനുനായി കുറെ നാളുകളായി ഫേസ്ബുക്കിലൂടെ അതിജീവിതകൾക്കെതിരെ, പരാതിക്കാരികൾക്കെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അത് നിലവിൽ SIT പറയുന്നു അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിന്റെ പിന്നിൽ എന്നുള്ളത്. എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ശ്യാമിലി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാം ബലാത്സംഗ കേസിലെ അതിജീവിതയ്ക്കെതിരായിട്ടുള്ള സൈബർ അധിക്ഷേപത്തിലാണ് ഈ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. SIT തന്നെ നേരിട്ട് ഇക്കാര്യം കോടതിയെ അറിയിച്ചിരിക്കുന്നു. അതായത് ഈ രണ്ടാം അതിജീവിതയ്ക്കെതിരെ ഫേസ്ബുക്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലും അടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ഫെന്നി നൈനാൻ വലിയ രീതിയിലുള്ള ഒരു സൈബർ അധിക്ഷേപമാണ് നടത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ നിരന്തരമായി ഇത്തരം പോസ്റ്റുകൾ തുടർച്ചയായി ഈ ഫേസ്ബുക്കിലും ഒപ്പം തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം തന്നെ പങ്കുവയ്ക്കപ്പെടുന്നു. അതിൽ ഈ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന അടക്കമുള്ള പോസ്റ്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും കുടുംബം അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുമെന്ന് അടക്കമുള്ള വാചകങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സൈബർ അധിക്ഷേപം തുടരുന്നത്. ഇതിന് പിന്നാലെയാണ് ഈ അതിജീവിത തന്നെ നേരിട്ട് SIT സമീപിച്ചുകൊണ്ട് ഈ സൈബർ അധിക്ഷേപത്തിൽ ഒരു പരാതി നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ പരാതിയിൽ അന്വേഷണം നടത്തിയ SIT ആണ് ഇതിന്റെ പിന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഫെന്നി നൈനാനെ കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബോധപൂർവ്വം ഇത്തരത്തിലുള്ള അധിക്ഷേപകരമായിട്ടുള്ള പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന് മുന്നാകെ സമർപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ മാസം 17-ാം തീയതി കോടതിയിൽ ഹാജരാവാനായിട്ട് കോടതിയിൽ നിന്ന് ഇപ്പോൾ നോട്ടീസ് രാഹുൽ മാങ്കൂട്ടത്തിന് കൈമാറിയിട്ടുണ്ട്. സൈബർ അധിക്ഷേപം ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കർശനമായി ഇക്കാര്യത്തിൽ ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.